ബാർക്കോഴ കേസിൽ വിജിലൻസ് നടത്തിയ മലക്കം മറിച്ചിലിനു പിന്നിൽ ഉമ്മൻചാണ്ടിയുടെ സമ്മർദ്ദമാണെന്നായിരുന്നു പിണറായിയുടെ ആരോപണം. എന്നാൽ വിജിലൻസ് റിപ്പോർട്ട് കോടതി പൂർണ്ണമായും വിശ്വസിച്ചില്ല. അതിനാലാണ് കേസ് ഡയറി ഹാജരാക്കാൻ ആവശ്യപ്പെട്ടത്. ഇതോടെ KM മാണിയെ കൊണ്ട് തന്നെ തട്ടിക്കൂട്ടി ബഡ്ജറ്റ് അവതരിപ്പിക്കാമെന്ന ഉമ്മൻചാണ്ടിയുടെ മനസ്സിലിരിപ്പ് പൊളിഞ്ഞു. തട്ടിമുട്ടി ഈ ബജറ്റ് KM മാണിയെ കൊണ്ട് തന്നെ അവതരിപ്പിക്കാനായിരുന്നു മുഖ്യമന്ത്രിയുടെ മനസ്സിലിരിപ്പ്. അതിപ്പോൾ പൊളിഞ്ഞ അവസ്ഥയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഈ റിപ്പോർട്ടോടുകൂടി എല്ലാം അവസാനിപ്പിക്കാൻ കഴിയും എന്ന കണക്കുകൂട്ടൽ, അതിൻ്റെ പിന്നിലുള്ള കള്ളക്കളി കോടതിക്ക് ബോധ്യമായതുകൊണ്ട് തന്നെ കോടതി അതിന്മേൽ കൂടുതൽ റിപ്പോർട്ട് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നു. മാണിയെ രക്ഷിച്ചെടുക്കാൻ SP സുകേശനുമേൽ സർക്കാർ വലിയ സമ്മർദ്ദം ചെലുത്തി. അതിൽ ഉമ്മൻചാണ്ടി വിജയിച്ചതായും പിണറായി പറഞ്ഞു. നേരത്തെ കണ്ടതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടായി വന്നിരിക്കുന്നത്. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനെ സമ്മർദ്ദത്തിലാക്കാൻ സർക്കാർ തയ്യാറായി എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇതിൽ മാണിയെ രക്ഷിച്ചെടുക്കുക എന്നത് ഉമ്മൻചാണ്ടിക്കും UDFനും വളരെ പ്രധാനപ്പെട്ട ദിനമാണ്. അതിനു വേണ്ടിയുള്ള സമ്മർദ്ദം വന്നാൽ അതിജീവിക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ പ്രയാസമുണ്ടാകും. തന്നെ ജനകീയനാക്കാനാണ് നവകേരള മാർച്ച് നടത്തുന്നതെന്ന രമേശ് ചെന്നിത്തലയുടെ വിമർശനവും പിണറായി തള്ളി. നാടിന്റെ പുനർനിർമ്മിതി എന്ന മുദ്രാവാക്യം എല്ലാവരും അംഗീകരിച്ചതിനാലാണ് ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാവുന്നതെന്നും പിണറായി വിശദീകരിച്ചു. റിപ്പോർട്ടർ, കണ്ണൂർ.